ജയറാമിന്റെ കരിയറിലെ തന്നെ മികച്ച ഫസ്റ്റ് ഡേ കളക്ഷൻ നേടി വൻ കുതിപ്പ് തുടങ്ങിയിരിക്കുന്ന എബ്രഹാം ഓസ്ലറിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. മിഥുൻ മാനുവൽ തോമസ് ഡയറക്റ്റ് ചെയ്ത് ജയറാം പ്രധാന റോളിൽ എത്തിയ എബ്രഹാം ഓസ്ലർ ആദ്യ ദിവസം മികച്ച കളക്ഷൻ നേടി രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മുതൽ എല്ലായിടത്തു നിന്നും മികച്ച അഭിപ്രായം നേടിയെടുത്ത ചിത്രത്തിന് ഇന്നലെ മാത്രം 150-ന് മുകളിൽ എക്സ്ട്രാ ഷോകൾ ഉണ്ടായിരുന്നു. വർക്കിംഗ് ഡേ ആയിരുന്നിട്ട് കൂടി ചിത്രത്തിന് വൻ ജനത്തിരക്കാണ് ഉണ്ടായത്. പ്രേക്ഷകരെ അവസാനം വരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള തിരക്കഥയും മമ്മൂക്കയുടെ ഞെട്ടിക്കുന്ന ഇൻട്രോയും ഒക്കെ കൂടിയായപ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പായി എന്ന് വേണം പറയാൻ. വളരെ നന്നായി തന്നെ മെഡിക്കൽ സർജിക്കൽ റെഫറൻസ് നടത്തി തന്നെയാണ് ഈ സിനിമയുടെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥ ഡോക്ടർ രൺധീർ കൃഷ്ണയാണ്. ഒരു ഡോക്ടർ തന്നെ തിരക്കഥ എഴുതിയിരിക്കുന്നതിന്റെ ബ്രില്യൻസ് ഈ സിനിമയിൽ കാണാനുണ്ട്. എല്ലാ സിനിമ റിവ്യൂവേഴ്സിൽ നിന്നും ചിത്രത്തിന് മികച്ച ഒരു അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത്. ചിത്രത്തിന്റെ പ്രീ സെയിൽ ബിസിനസ് തന്നെ 1 കോടിക്ക് മുകളിലായിരുന്നു. ജയറാമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പ്രീ സെയിൽ കളക്ഷനാണ് എബ്രഹാം ഓസ്ലറിന് ലഭിച്ചത്. ചിത്രത്തിന് ഒന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 3 കോടിക്ക് മുകളിലാണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത്. ഫെസ്റ്റിവൽ സീസൺ അല്ലായിരുന്നിട്ട് കൂടി ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടിക്ക് മുകളിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടാൻ കഴിഞ്ഞതിന്റെ പ്രധാന കാരണം ചിത്രം മികച്ചതായിരുന്നത് കൊണ്ട് മാത്രമാണ്. ഒന്നാം ദിവസം ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 5 കോടിക്ക് മുകളിലാണ്. ജയറാമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷനാണ് എബ്രഹാം ഓസ്ലറിന് ലഭിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ രണ്ടാം ദിവസമായി ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നിട്ട് കൂടി ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. മോർണിംഗ് ഷോകൾ ഉൾപ്പെടെയുള്ള മിക്ക ഷോകൾക്ക് മികച്ച ബുക്കിംഗ് ആണ് ഉള്ളത്. ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾ മിക്ക തിയേറ്ററുകളിലും ഓൾമോസ്റ്റ് ഫുൾ ആണ്. ഇന്നും ധാരാളം ഹൗസ് ഹോൾഡ് ഷോകൾ ഉണ്ടാകും. ചിലപ്പോൾ ഇന്നും എക്സ്ട്രാ ഷോകൾ വരെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ബാംഗ്ലൂർ, ചെന്നൈ എന്നിവിടങ്ങളിലും വർക്കിംഗ് ഡേ ആയിരുന്നിട്ട് കൂടി മികച്ച ഒരു ബുക്കിംഗ് ആണ് കാണുന്നത്. നിങ്ങൾക്കത് ഈ സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാകും. ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റിനെ കുറിച്ചുള്ള യഥാർത്ഥ റിപ്പോർട്ടുകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. ചിത്രത്തിന്റെ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ചിത്രം 10 കോടിക്കും 15 കോടിക്കും ഇടയിൽ ബഡ്ജറ്റ് വരാനാണ് സാധ്യതയുള്ളത്. 2024-ന്റെ ആദ്യം തന്നെ ഒരു ഹിറ്റ് കിട്ടിയത് മലയാള സിനിമയ്ക്ക് ഉണർവ് പകർന്നിരിക്കുകയാണ്. ഇനിയും പ്രതീക്ഷകളുള്ള ധാരാളം സിനിമകൾ വരാനുണ്ട്. അതെല്ലാം മികച്ച സിനിമകളായി മികച്ച കളക്ഷൻ നേടട്ടെ എന്ന് ആശംസിക്കുന്നു. ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ എബ്രഹാം ഓസ്ലർ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക.